sir. Okay. Voice clear അല്ലേ? Clear ആണ് sir. ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ് എങ്ങനെയായിരുന്നു? ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവില്ലേ? sir. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? നൈസായിട്ട് കമ്പ്യൂട്ടേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ സ്ക്രീൻ വിസിബിൾ അല്ലേ? പറയൂ. സ്റ്റാറ്റിൻ്റെ പരീക്ഷ തോക്കുന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? എല്ലാവരും ജയിക്കുന്നു 100% ഉറപ്പുള്ള ആൾക്കാരാണോ? നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യട്ടാ. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റി തോക്കൂന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കിത് സ്കോർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഈ ഒരു സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വെറുതെ കൈവീശി ഇരിക്കരുത്. ഒരു നോട്ടും പെന്നൊക്കെ എടുക്കുക, കാൽക്കുലേറ്ററൊക്കെ എടുക്കുക, മറ്റൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിൻ്റെ ഒരു 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ അപ്പോഴേക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിക്കോ. ഓക്കെ. ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റല് സ്റ്റാറ്റിയുടെ കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ എപ്പോഴും പൊതുവെ പറയുന്നതാണ്. പറഞ്ഞാൽ നമ്മൾ 1+1 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ 2 എന്ന് ഉത്തരം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്തു, അതോടുകൂടി കഴിഞ്ഞു. 10 മാർക്ക് ചോദിച്ചാണെങ്കിൽ 10 മാർക്കൊക്കെ എന്ത് ചെയ്യും, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ തന്നെയല്ലേ? ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഹലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ടൈപ്പിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിലോ വോയിസിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടോ. അപ്പോൾ എന്താണ്, സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ മെയിൻലി വരുന്ന കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ മീൻ മീഡിയൻ മോഡ്, സിമ്പിളാണ് മീൻ മീഡിയൻ മോഡ് എന്നുള്ളത്. ഓക്കെ. ഈ ഒരു 3 ചോദ്യങ്ങൾ എല്ലാ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതിന് പുറമെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായി. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് കാൽക്കുലേഷൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തായിട്ട് 10 മാർക്കാണെങ്കിൽ 10 മാർക്ക് ഷുവറാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ്, സ്റ്റാറ്റിയിൽ തോക്കൂന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, ഫെയിൽ ആവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിർബന്ധമായി എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഈ കാൽക്കുലേഷൻസിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻസ് എഴുതി എന്നിട്ട് എവിടെയെങ്കിലൊക്കെ തെറ്റി കൊളായിനെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 മാർക്ക് കിട്ടിയില്ലെങ്കിലും 8 മാർക്കൊക്കെ കിട്ടും, സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആണ്, തെറ്റിയെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ആരും ക്രോസ് ചെയ്യരുത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ എഴുതിയാൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെങ്കിൽ ഒരു 5 മാർക്ക് വെറുതെ ഇട്ട് ഏതിൽ പ്രോബ്ലംസ്. ബാക്കിയുള്ളത് അങ്ങനെയല്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അതായത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ എന്താണ് പാരഗ്രാഫൊക്കെ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളെ സൈക്യൂൻ്റെ ഫാക്കൽറ്റിയാണത്. ആള് മലയാളിയല്ല, മംഗലാപുരക്കാരനാണ്. അപ്പോൾ എന്താണ്, ഭാഷക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? അതായത് മലയാളം ഒരു റെഡി ഇല്ല എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ ഫീൽ ചെയ്തോ? ചെയ്തില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? പിന്നെ കാൽക്കുലേഷൻസ് ആണ്, എന്താ പറയുക, എൻ്റെ കൂടെ തന്നെ മാക്സിമം ചെയ്യാൻ കഴിയുമോ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ
കാൽക്കുലേറ്റർ എടുക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓറൽസ് എന്താണ്, ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടൈം പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ പെന്ന് ബുക്കൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ടാവുന്ന വിചാരിക്കാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ആരെങ്കിലൊക്കെ ഒന്ന് ആന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക, പെന്ന്, അതുപോലെ തന്നെ പെൻസില്, സ്കെയില്, സ്വന്തമായിട്ട് സാധാ കാൽക്കുലേറ്റർ അതൊക്കെ കൊണ്ടുപോവാ. മറ്റൊരാളെ സ്കെയിലിനും പെൻസിലിനും കാൽക്കുലേറ്ററിനും എന്ത് ചെയ്യരുത്, ആരും കാത്തിക്കരുത്. കാൽക്കുലേഷൻ ആണ്, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിയർമാൻ ഒരു എന്താണ് കോറിലേഷൻ കാൽക്കുലേറ്റർ അല്ല, സോറി, കാൽക്കുലേറ്റർ സയന്റിഫിക് പറ്റൂല എന്നാണ് പൊതുവെ പറയൽ. നിങ്ങൾ ഇൻവിജിലേറ്റർ പോലെ ഇരിക്കും. അതായത് ഇപ്പൊ ഒരു സ്പിയർമാൻ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് 1 മണിക്കൂറൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബാക്കി ക്വസ്റ്റ്യൻസിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പൊ 5 ക്വസ്റ്റ്യൻസിൽ മാക്സിമം എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് ചൂസ് ചെയ്യാൻ നോക്കുക. കാൽക്കുലേഷൻസ് പക്കയായിട്ട് ചെയ്താൽ 30 മാർക്സ് അഷ്യൂർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പിയർമാൻസ് കോറിലേഷൻ, അല്ലെങ്കിൽ സ്പിയർമാൻസ് റോ എന്ന് പറയാം, റാങ്ക് ഓർഡർ കോറിലേഷൻ എന്ന് അറിയാം, അല്ലെങ്കിൽ വെറും റാങ്ക് കോറിലേഷൻ എന്നൊക്കെ പറയാം. 2 ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്, നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. കാൾ പിയേഴ്സന്റെ കോറിലേഷൻ ഉണ്ട്, സ്പിയർമാന്റെ കോറിലേഷൻ ഉണ്ട്. സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ എന്നാണ് പറയല്. കുറച്ചും കൂടി സിമ്പിൾ ആണ്. അതുപോലെ തന്നെ എക്സാമിന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യും, കോറിലേഷൻ ആണെങ്കിലും മീഡിയൻ മോഡ് ആണെങ്കിലൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, സ്പിയർമാൻസ് റോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പിയർമാൻസ് റോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഡാറ്റ എ, ഡാറ്റ ബി, 2 ടൈപ്പ് ഓഫ് 2 ഡാറ്റ തരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഞാൻ ഇവിടെ 5 നമ്പർ മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾ എക്സാമിന് എന്തായാലും 10 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 10 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഫാസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കള്ളി വരക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഒരു കള്ളി വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ വരക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, കാൽക്കുലേഷൻസ് എന്ത് ചെയ്യണം, സ്പോട്ടിൽ ഞാൻ ചോദിക്കുമ്പോൾ ആരെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. വലിയ കാൽക്കുലേഷൻസിനെ വേണ്ടി വരും, ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് കാണാന്നുള്ളതാണ്. റാങ്ക് ഓർഡർ കോറിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ റാങ്ക് കാണണം. അപ്പൊ നമുക്ക് 2 ഡാറ്റ ഉള്ളത്, ഡാറ്റ എ, ഡാറ്റ ബി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡാറ്റ എ എഴുതുന്നു, ഇവിടെ ഡാറ്റ ബി എഴുതുന്നു. ഓക്കെ, ഞാൻ അതിനെന്ത് ചെയ്യുന്നു, ജസ്റ്റ് എടുത്ത് എഴുതുന്നു. ഓക്കെ, 6, 2, 9, 4, 7. ഞാൻ ചെയ്യുന്നതിൽ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യണം, ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യും, ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബി ഡാറ്റ 8, 3, 6, 7, 5. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ റാങ്ക് ഓർഡർ ചെയ്യലാണ്. റാങ്ക് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ റാങ്ക് എ, റാങ്ക് ബി. ഓക്കെ, പറയൂ എങ്ങനെയാണ് റാങ്ക് ചെയ്യല്? റാങ്ക് ചെയ്യാന്ന് പറഞ്ഞാല് ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 2. ഓക്കെ, നമ്മൾ റാങ്ക് 1 കൊടുത്തു. ഇനി അടുത്ത ഏതാ, 4 അല്ലേ? 2, പിന്നെ 3, 4, 5. എവിടെങ്കിലൊക്കെ ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒപ്പരം തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അടുത്ത റാങ്ക് ബിന്റെ റാങ്ക് ആണ് എഴുതേണ്ടത്. 3 എന്ന് പറയുന്നത് റാങ്ക് 1 ആണ്, പിന്നെ റാങ്ക് 2, റാങ്ക് 3, 4,
5. എക്സാമിന് 10 റാങ്ക് ഉണ്ടാവും. ഇത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് എന്താ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ അല്ല, ഡിഫറൻസ് ആണ് കാണേണ്ടത്. അതായത് റാങ്ക് എ റാങ്ക് ബി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഈ ഡി എന്ന് പറയുന്നത് റാങ്ക് എ മൈനസ് റാങ്ക് ബി. ഓക്കെ, പറയൂ. 3 മൈനസ് 5 അല്ലെങ്കിൽ 5 മൈനസ് 3 അങ്ങനെയും ആവാം. 2 അല്ലേ? 1 മൈനസ് 1 0. ഞാൻ എവിടെയെങ്കിലൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ 5 മൈനസ് 3 2, 4 മൈനസ് 2 4 മൈനസ് 2 2. ഓക്കെ, ഇതുവരെയുള്ള സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് ഡി സ്ക്വയർ. ഓക്കെ, ഡി സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ 0, 4 4 4. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4 8 16. ഓക്കെ, ഈ 16 എന്ന് പറയുന്നത് സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, ഇതിലുള്ള എല്ലാ സ്റ്റെപ്സും ക്ലിയർ അല്ലേ? ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡി സ്ക്വയർ സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു, സിഗ്മ ഡി സ്ക്വയർ എന്ത് ചെയ്തു കിട്ടി. ഇനി അടുത്തെന്ന് പറയുന്നത് സ്പിയർമാന്റെ ഇക്വേഷൻ എഴുതലാണ്. സ്പിയർമാന്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ആർ എസ് എന്ന് എഴുതാം, ഇൻവേർട്ടഡ് പി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, എന്താണ് പറയൂ, സ്പിയർമാന്റെ ഇക്വേഷൻ എന്താണ്? എനിബഡി എൽസ് പറയൂ. 6 into sigma d square. 6 into sigma d square അല്ലേ? 1 minus sigma is equal to 6. 6 ഉണ്ടല്ലേ? ഓക്കെ, 6 into sigma d square by n into n square minus 1. ഓക്കെ, ഇതാണ് ഒന്നിന്റെ ഇക്വേഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കള്ളിയാക്കി വരക്കുന്നുണ്ട്. ഇതാണ് സ്പിയർമാന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. പൊതുവെ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഉള്ള എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പേപ്പറിൽ എല്ലാ ഇക്വേഷൻസ് എടുക്കുക. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എക്സാം ഹാളിൽ കൊണ്ടുപോകരുത്. നിങ്ങൾ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇനി പറയും, നമുക്ക് അസ്യൂം ചെയ്യാം ഫിസിക്കൽ ടു 1 മൈനസ് സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടിയതാണ്. എത്രയാണ് സിഗ്മ ഡി സ്ക്വയർ? 16 അല്ലേ? ഡിവൈഡ് ബൈ എൻ എത്രയാണ്? എന്താണ് എൻ? 5. യെസ്, ഇതാണ് എൻ. എടുത്തു 1 2 3 4 5. ഇതാണ് എൻ. ഓക്കെ, 5 into 5 സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി പറയൂ കാൽക്കുലേഷൻ. 1 മൈനസ് 6 into 16 എത്രയാണ്? 96 ഡിവൈഡ് ബൈ 5 into 25 minus 1. നിങ്ങൾ മാക്സിമം എല്ലാ സ്റ്റെപ്പ് എഴുതാ. ആരും എന്ത് ചെയ്യരുത്, മടി പിടിച്ചിട്ട് സ്റ്റെപ്പ് എഴുതാ നിൽക്കരുത്. 124 into 24 എത്ര? 96 by 5 into 24 എത്ര? 120 അല്ലേ? മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യൂ. 24 into 10 240 പകുതിയാക്കിയാൽ 120. Got it? 5 into 25 അല്ലേ? 25 നമ്മള് 25 minus 1 അങ്ങനെ ലാസ്റ്റിൽ മൈനസ് ചെയ്യാം. എങ്ങനെ
25 മൈനസ് 1 അത് 24 അല്ലേ? യെസ് 24 ആണ്. 24 into 5 അങ്ങനെ കൂട്ടും അല്ലേ? അതായത് ബോർഡ് മാസ് റൂൾ അറിയണ്ടാവില്ലേ? ബോർഡ് മാസ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ബ്രാക്കറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 96/120 എത്രയാണ്? 96? ആരും കാൽക്കുലേറ്റ് ചെയ്യൂ. 0.8 അല്ലേ? യെസ്, പറ. 1 മൈനസ് 0.8 = 0.2 അല്ലേ? ഇങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഉത്തരം കിട്ടിയത്. 96/120 അല്ലേ? 96, 120. അപ്പൊ ഡിവൈഡ് 1.25 കിട്ടുന്നത്. അതെങ്ങനെ? ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്ക്. 0.8 അല്ല എല്ലാവർക്കും കിട്ടിയ? 96 ഡിവൈഡ് ബൈ 120 0.8 അല്ലേ? നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങളെ ന്യൂമറേറ്റർ 120-നേക്കാൾ അബോവ് ആയിരിക്കണം. അങ്ങനെ തന്നെയല്ലേ ഡിവിഷൻ അല്ലേ? ചോദ്യം എന്താണ്? 96-ൽ എത്ര 120 ഉണ്ട്? ഒരു 120 ഇല്ല, അപ്പോ 0.8. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു? സ്പിയർമാൻസ് റോ കിട്ടിയിട്ടുണ്ട്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 10 മാർക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സ്പിയർമാൻസ് റോനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ RS എന്നൊക്കെ പറയാം. ഇതുവരെയുള്ള സ്റ്റെപ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. ഒന്നും ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ഡാറ്റ 1, ഡാറ്റ എ, ഡാറ്റ ബി കിട്ടി. പിന്നെന്ത് ചെയ്തു? ഇതിന്റെ റാങ്ക് കണ്ടു, റാങ്ക് ബി കണ്ടു, റാങ്ക് ചോദിച്ചോട്ടെ. യെസ്, നമ്മൾ റാങ്ക് കൊടുക്കുമ്പോ ഈ ഡാറ്റന്റെ സാറിന് പറഞ്ഞത് ഡാറ്റന്റെ സ്മോൾ നമ്പറിൽ റാങ്ക് 1 കൊടുക്കുക നമ്മള്. യെസ്, പറയൂ. ചില യൂട്യൂബിൽ ചില ക്ലാസ്സുകൾ കാണുന്നത് ഡാറ്റന്റെ വലിയ സംഖ്യക്കാർ എങ്ങനെ ഡാറ്റന്റെ വലിയ സംഖ്യക്കാർ റാങ്ക് 1 കൊടുക്കുന്നത് യൂട്യൂബിലൊക്കെ. തിരിച്ചു മറിച്ച് കൊടുക്കുക, എങ്ങനെയാലും റാങ്ക് ആയാൽ മതി. അപ്പൊ ഉത്തരം ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. യെസ്, അപ്പൊ സാറ് പറഞ്ഞോ ചെയ്യല്ലേ ഇപ്പൊ? ഇതാണ് പൊതുവെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഇതാ കാണാം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിൾ സ്റ്റെപ്പ് ഉള്ളത്. ഏറ്റവും സ്മോളസ്റ്റ് റാങ്ക് കൊടുക്കാനാണ് ഏറ്റവും സിമ്പിൾ. മറ്റേത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: 1 - 6 × σd²/n × n² - 1. ഓക്കെ, ഇതിലുള്ള ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻസ് കണ്ടു, ഡിഫറൻസിന് എന്ത് ചെയ്തു? സ്ക്വയർ ആക്കി. ഡിഫറൻസ് കാണുമ്പോൾ മൈനസും പോസിറ്റീവ് ഒന്നും എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ആവശ്യമില്ല. ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇതില് ചോദിക്കൽ വളരെ കുറവാണ്. എക്സാമിന് ഏറ്റവും സിമ്പിൾ എന്താണ്? നമ്പേഴ്സേ തരൂ. ഇതിൽ ടൈ മാർക്ക് വരും. ടൈ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ റാങ്ക് കൊടുക്കേണ്ട ഇത് വരും. ഇപ്പോൾ സപ്പോസ് എന്താണ് റാങ്ക് ഡാറ്റ എ, ഡാറ്റ എയിൽ തന്നെ എന്ത് ചെയ്തു? 10 വന്നു, 10 വന്നു. ഓക്കെ, 10 സ്റ്റാർട്ടിങ് എങ്കിൽ ശരിക്കും എന്താണ്? രണ്ടാക്കും റാങ്ക് 1 കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 + 10 / 2 എത്രയാണ് കിട്ടുക? സോറി, 10 അല്ല. ഇത് എത്രാമത്തെ റാങ്കാ? 1ാമത്തെ റാങ്ക്. 1 + 2 2ാമത്തെ റാങ്ക് / 2 എത്ര? 1.5 കിട്ടും. അപ്പൊ ഇതിന് 1.5 റാങ്ക് കൊടുക്കും, ഇതിന് 1.5 റാങ്ക് കൊടുക്കും. ടൈം മാർക്ക് എന്നാൽ ഈ ഒരു ഡിഫറൻസ് അല്ലാണ്ട് ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ, സംശയമില്ല? പോവല്ലേ? അടുത്ത കാൽക്കുലേഷൻസിലേക്ക് പോവല്ലേ? അതായത് ഇതില് നമ്മൾ കൊടുത്ത റാങ്കുകൾ വളരെ സിമ്പിൾ റാങ്കുകളാണ്. ഇനി സപ്പോസ് എന്ത് ചെയ്യാണ്? 7 ഇതേപോലത്തെ ഒരു 7 എന്താണ് വരികയാണ്. 7 നമ്മൾ ഇവിടെ റാങ്ക് 4 കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ കുറച്ചുകൂടി
സുഖം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 5 കൂടി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ റാങ്ക് പറയൂ. 5 വേണ്ട, വേറെ നമ്പർ പറയും. സാർ അത് മനസ്സിലായി. അപ്പോ നമ്മൾ കൊടുക്കുമ്പോ മനസ്സിലാത്ത ആൾക്കാർക്ക് പറഞ്ഞതാണ് നമ്മൾ. യെസ് സാറ് 1.5 കൊടുത്തില്ലേ റാങ്ക്? അതെ, 2-10 വരുമ്പോ അപ്പൊ അടുത്ത റാങ്ക് കൊടുക്കുന്ന അതൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ പറഞ്ഞ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി മുകളിലത്തെ നമ്പർ എടുക്കാം. ഒരു 6 എടുക്കാം. ഓക്കെ, 6 വേണ്ട, 7 എടുക്കാം. അപ്പൊ ഇത്രയാണ് ഡാറ്റ ഉള്ളത്. നമ്മൾ റാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇതിന് റാങ്ക് 1 കൊടുക്കുന്നു. റാങ്ക് 1, 3ക്ക് റാങ്ക് 1 കൊടുക്കുന്നു. റാങ്ക് 2 കൊടുക്കുന്നു. 3, അപ്പൊ 2 4 കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ റാങ്ക് 4 ആണ് കൊടുക്കേണ്ടത്, ഇവിടെയും റാങ്ക് 4 ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ ടൈ വരുന്ന സമയത്ത് നോക്കാം, റാങ്ക് 4 പ്ലസ് റാങ്ക് 5, അതായത് യെസ് പറയൂ 6 അല്ലേ? 4 പ്ലസ് 6 അല്ലേ? 4 പ്ലസ് 7 6 ആറാമത്തെ സ്ഥാനമല്ലേ? അതായത് നിങ്ങൾ റാങ്ക് 4ാമത്തെ 6ാമത്തെ സ്ഥാനമല്ലേ 7 വരുന്നത്? 4 പ്ലസ് 6 അല്ലേ? അതെങ്ങനെ 4 പ്ലസ് 6 വരും? സാറ് ഇപ്പോ 7 വരുന്നത് 4ാമത്തെ സ്ഥാനമല്ലേ, ആദ്യത്തെ സ്ഥാനം. അപ്പൊ 2ാമത്തെ സ്ഥാനം പിന്നെ 6ാമത്തെ സ്ഥാനമല്ലേ? അതായത് അങ്ങനൊന്നുമില്ല, ഇത് രണ്ട് കള്ളിയാണ്. ഓക്കെ, അപ്പോ എന്താണ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, റാങ്ക് കൊടുക്കാന്ന് പറയുന്നത് നമ്മൾ റാങ്കിന്റെ അടുത്ത് 4 and 5 അല്ലേ? റാങ്ക് അടുത്ത റാങ്ക് 5 അങ്ങനെയല്ലേ? അടുത്ത റാങ്ക് 5. ഓക്കെ, ഇത് 5 ആണ്, ഇത് 4 ആണ്. അടുത്ത റാങ്ക് പറയൂ 6. ഇങ്ങനെയല്ല റാങ്ക് ഉണ്ടാവല്. അപ്പോ ഇതിന്റെ റാങ്ക് എങ്ങനെ കൊടുക്കലെന്ന് പറഞ്ഞാല് 4 പ്ലസ് 5 9/2 എത്ര 4.5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു 4.5 കൊടുക്കും, ഇതിന് ഒരു 4.5 കൊടുക്കും. തിരിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യാനുള്ള ഇക്വേഷൻ എടുക്കുക, എഴുതുക, അപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുക. അല്ലാണ്ട് എന്ത് ചെയ്ത് സുമാർ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് പോവല്ലേ? ആർക്കും സംശയം എങ്ങനെ ഇതിന്റെ ലാസ്റ്റ് എഴുതാനില്ലേ മൈനസ് കോറിലേഷൻ പറഞ്ഞിട്ട്? അതെന്ന് പറഞ്ഞാല് കോറിലേഷൻ ഇപ്പൊ പൊതുവെ എങ്ങനെ ഉണ്ടായാല് കോറിലേഷൻ എന്ന് പറയുന്നത് -1 0 1 ഇതിനിടയിലാണ് എന്തെങ്കിലും ഉണ്ടായാല് കോറിലേഷൻ ഉണ്ടാവുക. കോറിലേഷൻ എഴുതാൻ പറഞ്ഞാൽ കോറിലേഷൻ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്പിയർമാൻ റോ ഇത്രയാന്നിട്ട് എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ സ്റ്റെപ്പ് വേണമെന്നില്ല, എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് മിസ്റ്റേക്ക് വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 1 മാർക്ക് എക്സ്ട്രാ തരാം. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, മീൻ മീഡിയൻ മോഡ് സിമ്പിൾ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാ, കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഫസ്റ്റ് എന്ത് ചെയ്യാ, മീൻ കാണാം. മീൻ എന്ന് പറയുന്നത് എന്താണ്, മീൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യല്, എക്സ് ബാർ. ഓക്കെ, എക്സ് ബാർ എന്നാണ് മീനിനെ ഡിനോട്ട് ചെയ്യുക. എക്സ് ബാർ അല്ലെങ്കിൽ മീൻ ഈസ് ഈക്വൽ ടു, മീൻ ഇക്വേഷൻ എന്താ, സിഗ്മ x/n. ഇതാണ് മീൻ ഇക്വേഷൻ, ഒരിക്കലും മറന്നു പോകരുത്. മീൻ കാണാം, സിമ്പിൾ ആണ്. ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ എക്സ് ഇവിടെ എന്തൊക്കെയാണ്, 53 പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യട്ടെ ആരെങ്കിലും, 12 പ്ലസ് 41 പ്ലസ് 13 പ്ലസ് 12 പ്ലസ് 31 ഡിവൈഡ് ബൈ എത്ര, 1 2 3 4 5 6 ഡിവൈഡ് ബൈ 6. ഇങ്ങനെ തന്നെ അല്ലേ, മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യും എത്രയാണ്, 27 162 അല്ലേ? യെസ്, 162 ബൈ
6 എത്രയാണ്? 162 ഡിവൈഡ് ബൈ 6 27. 27. Got it? സാറ് ഇത് എഴുതുമ്പോ നമ്മള് മീൻ എഴുതുമ്പോ അതിന്റെ ഡിസെൻഡിങ് അസെൻഡിങ് ഓർഡർ ചെയ്താലോ? മീൻ എഴുതുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, മീഡിയൻ എഴുതുമ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? അടുത്തത് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലൊക്കെ പറയൂ, എന്താണ് മീഡിയൻ? എന്താണ് മീഡിയൻ? എന്താണ് മീഡിയൻ? പറയൂ. മീൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ആവറേജ് എന്ന് നമുക്ക് പറയാം. മീഡിയൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ വാല്യൂ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ ഏറ്റവും സെൻട്രൽ വാല്യൂക്കാണ് എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? സെൻട്രൽ വാല്യൂ കണ്ടെത്തണമെങ്കിൽ ആദ്യം അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതാം. എല്ലാവരും ശ്രദ്ധിക്കുക, അസെൻഡിങ് ഓർഡർ ആണ് ഏറ്റവും എഴുതാൻ സുഖം, മറ്റേത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയൂ ഏതൊക്കെയാണ്? 12 വരുന്നുണ്ട്, 12, 13, പിന്നെ 31, 41, 53 അല്ലേ? ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതിയിട്ട് എഴുതാം, ഇക്വേഷൻ എഴുതാതെയും എഴുതാം. ഇക്വേഷൻ എഴുതിയിട്ട് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോ ഇതാ എന്താണ് മീൻ കാണേണ്ട ഇക്വേഷൻ എന്താണ്? മീഡിയൻ. പറയൂ, എന്താണ് മീൻ കാണേണ്ട ഇക്വേഷൻ? നോക്കാം, ഡാറ്റ 1, 2, 3, 4, 5, 6 6 ഡാറ്റ ഉണ്ട്. അപ്പൊ ഏറ്റവും സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമായിരിക്കും. അപ്പൊ മീഡിയൻ ഈസിക്കൽ ടു തേർഡ് പ്ലസ് ഫോർത്ത് ഡിവൈഡ് ബൈ 2. ഓക്കെ, ഈസിക്കൽ ടു എന്താ? 13 പ്ലസ് 31 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 13, 31, 41, 44. 44/2. 44/2 ഈസിക്കൽ ടു 22. ഓക്കെ, മീഡിയം കണ്ടു. ഇനി അടുത്തത് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ്, വാട്ട് ഈസ് മോഡ്? ഏറ്റവും കൂടുതൽ ആവർത്തിച്ച നമ്പർ. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത്. ഇതിന്റെ ഇക്വേഷൻ ഒന്നും എഴുതണ്ട, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കേർഡ് ഫ്രീക്വൻസി എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതാം, എന്നിട്ട് പറയാ എന്ത്? 12 ഈസ് ദ മോഡ്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 10 മാർക്ക് കിട്ടും. പൊതുവെ ഇത് ഇങ്ങനെയാണ് ചോദിക്കല്, മീൻ, മീഡിയൻ, മോഡ്. എല്ലാ വർഷവും ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വളരെ കുറച്ച് ഡാറ്റ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സാമിൽ ഏകദേശം ഒരു 10 ഡാറ്റ ഒക്കെ തരും. 10 അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ് പൊതുവെ തരാറ്. ഓക്കെ, ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എന്തെയില്ല, ചോദിക്കലില്ല എക്സാമിൽ. ഓക്കെ, സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മോഡിന് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മോഡിന് സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു സെന്റൻസ് എഴുതിയാൽ മതി. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കേർഡ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കേർഡ് 12 ആണ്. അപ്പൊ 12 ആണ് മോഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഒരു സെന്റൻസ് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ കാൽക്കുലേഷന്റെ ഒരു പ്രത്യേകത. 10 മാർക്കൊക്കെ തരുമ്പോൾ വിചാരിക്കും ഇതിനൊക്കെ 10 മാർക്ക് തരാൻ മാത്രം ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കേർഡ് ഡാറ്റ എന്നോ ഫ്രീക്വൻസി എന്നോ? ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത കാൽക്കുലേഷൻ. ആർക്കെങ്കിലും ഒരു 2 മിനിറ്റ് വെള്ളം കുടിക്കാനൊക്കെ സമയമാണോ? വെള്ളം കുടിച്ചോ? ഓക്കെ, അപ്പൊ അടുത്തതാണെന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നിങ്ങൾ എന്താണ് ഒപ്പം തന്നെ ചെയ്യുക. ഞാൻ അതിനിടയ്ക്ക് വെറുതെ ചോദിക്കുകയാണ്. നമ്മളിതിൽ 25 ആളല്ലേ? 25 ആളുണ്ടല്ലേ? സൈക്കിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എത്ര ആൾക്കാരുണ്ട് സൈക്കിന്റെ സ്റ്റുഡൻസ്? സൈക്കിന്റെ സ്റ്റുഡന്റ് ആണ്. ആരെങ്കിലൊക്കെ സൈക്കോ. ഓക്കെ 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 ഓക്കെ, ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മൾ പൊതുവെ വെക്കുന്ന ഫ്രീ സെഷൻസ് ആണ്. അവരൊക്കെ എന്ത് ചെയ്തോട്ടെ, സെഷൻസിനൊക്കെ ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തായിരിക്കൂലേ ക്ലാസ്സിന്? യെസ് യെസ്, ഓക്കെ, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ കയറുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത കാൽക്കുലേഷനിൽ പോവല്ലേ? ഞാനൊന്ന് ഓക്കെ തുടങ്ങിയല്ലേ അടുത്ത കാൽക്കുലേഷൻസ്. അപ്പോൾ നമ്മൾ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എക്സാമിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒപ്പം ചിലപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ ചോദിക്കാം. അതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായാലും എല്ലാ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ഡാറ്റ എടുത്തിട്ടുണ്ട്. എക്സാമിന് 10 ഡാറ്റാസ് ചോദിക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 10 ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഫാസ്റ്റ് ചെയ്ത് തീർക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ 3 കള്ളി വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കള്ളിയിൽ നമ്മൾക്ക് എന്താണ് n, വെറുതെ എന്ത് ചെയ്യുക, ഒരു n-ന് വേണ്ടിയുള്ള ഒരു കള്ളി. n-ന് വേണ്ടി കള്ളി വേണ്ട ആൾക്കാർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റാസ് എഴുതുന്നു. ഓക്കെ, ഡാറ്റ പറയൂ, എന്തൊക്കെ ഡാറ്റ ഉള്ള? 5, 7, 9, 10, 14. ടോട്ടൽ എത്ര ഡാറ്റ ഉണ്ട്? 1, 2, 3, 4, 5. n = 5. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കാണുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ പറയൂ? ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറെ നേരം ഡീവിയേഷൻ നിൽക്കുന്നത്. എന്താണ് ഡീവിയേഷൻ? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് മീൻ കാണുക. ആ മീനിൽ നിന്ന് ഓരോ ഡാറ്റയും എന്താണ്, എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്നുള്ളതാണ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ആദ്യം ഇതിന്റെ മീൻ കാണണം. മീൻ എന്ന് പറയുന്നത് സിഗ്മ ബാർ എക്സ് ബാർ = സിഗ്മ എക്സ് ബൈ n. ഓക്കെ, പറയൂ എന്തൊക്കെയാണുള്ളത് ഇവിടെ? 5 + 7 + 9 + 10 + 14 തന്നെയല്ലേ? ഡിവൈഡ് ബൈ 1, 2, 3, 4, 5. പറയൂ എത്രയാണ്? എത്രയാണ്? അല്ല, ഇതിന്റെ കാൽക്കുലേഷൻ പറ. 45. 45/5 എന്ന് പറയുന്നത് 9 = 9. ഓക്കെ, ഇപ്പൊ നമ്മളെ മീൻ എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, പറയൂ 5 - 9 4 2 മൈനസ് ഒക്കെ വേണമെങ്കിൽ ഡേട്ടാ. സാർ എന്താ ഈ x - x ബാർ? എക്സ് എന്ന് പറയുന്നത് ഇത് അയാളാണ് എക്സ്. ദിസ് ഗൈ ഈസ് എക്സ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ മീനിന് എഴുതുന്ന സാധനമാണ് ഈ എക്സ് ബാർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡീവിയേഷൻ എന്ന് വേണം വിളിക്കാം. ഇതിന് നമ്മൾ എക്സ് കൊണ്ട് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ എക്സ് മൈനസ് എക്സ് ബാർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ എക്സ് എന്ന് പറയുന്നത് ഇയാളാണ്, പിന്നെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട മീനാണ്. അപ്പൊ ഇതിന്റെ ടെക്നിക്കൽ പറഞ്ഞാൽ എന്താ, 10 - 9 എത്ര? 1. 14 - 9 = എത്രയാ? 5 അല്ലേ? ഇതന്നല്ലേ? മിസ്റ്റേക്ക് ആക്കണ്ട പറയണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നിക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതാം, അത് എഴുതിയാലും ശരിയാണ്. അല്ലെങ്കിൽ എക്സ് മൈനസ് മീൻ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, മനസ്സിലാക്കാം, രണ്ടും സെയിം ആണ്. നമ്മളിപ്പം എക്സ് മൈനസ് മീൻ എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. അതിനെ സ്ക്വയർ ആക്കുന്ന സമയത്ത് 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 0, 1ന്റെ സ്ക്വയർ എത്ര? 1, 5ന്റെ സ്ക്വയർ 25. പറയൂ = എത്ര കിട്ടാ? 25, 30, 46 അല്ലേ? 46 അല്ലേ?
സിഗ്മ എക്സ് സ്ക്വയർ. അതാണ് 46 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടാബിൾ ഒന്ന് ചെയ്താണ്ട്. ടേബിൾ ഇതാ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കണം കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ എല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ചെയ്യരുത്, സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിരിക്കരുത്. ഓക്കെ, ഈ സ്റ്റാറ്റി എന്ന് പറയുന്ന സംഭവം ഭയങ്കര സിമ്പിളാണ്. പക്ഷെ എന്തേന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ആരൊക്കെയോ പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്. മൈനസ് ഒന്നും ചെയ്യണ്ടല്ലോ, മൈനസ് പ്ലസ് ഇല്ല, നിങ്ങൾ എഴുതിക്കോ. അതായത് നമ്മളൊരു സാധനത്തിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് മൈനസ് പ്ലസ് കണക്കാണ്. ഓക്കെ, അതിന്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താണ്, -2 ഇൻറ്റു -2 ഇതാണല്ലോ സ്ക്വയർ എന്ന് പറയുന്നത്. എത്ര വരാ, പോസിറ്റീവ് ആകും, = 4. ഇനിയിപ്പോ സാധാ 2 ഇൻറ്റു സാധാ 2, അതായത് 2 സ്ക്വയർ ചെയ്താലും ഇത്തരം 4 ആണ് കിട്ടുക. ഓക്കെ, സ്ക്വയർ ചെയ്തില്ലേ, അതിന്റെ ആദ്യത്തെ ടാബിളിന്റെ മേലെ കാണിച്ചു എന്താ എഴുതിയത്? യെസ്, സ്ക്വയർ ചെയ്തില്ലേ? അതാ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ അല്ലേ? അതെ, എക്സ് ബാർ ഹോൾ സ്ക്വയർ. സ്ക്വയർ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്താണ്? സാറ് 46 കിട്ടിയില്ല സാറേ? 46 കിട്ടിയില്ലേ? 45 കിട്ടിയത്. എക്സ് ബാർ 46 കിട്ടിയ അതിന് പറഞ്ഞു തരുമോ? അതെങ്ങനെ ചെയ്തെന്നാ? ഒന്നുമില്ല കോയാ, ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ 46 കിട്ടും. കിട്ടി. അത് അതിന്റെ സ്റ്റെപ്പോ? അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കാണിച്ചാൽ തിരക്കൂട്ടല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് പറയൂ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ n. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചും കൂടി ലോങ് സാധനമുണ്ട്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n. ഇങ്ങനെ എഴുതണോ? ഓക്കെ, ഇതാണ് എന്ത് സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഈ ഒരു നമ്പർ, ഇതിനാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം സിഗ്മ എക്സ് സ്ക്വയർ = 46 ബൈ n എത്രയാണ്? 5. ഓക്കെ, 46 ബൈ 5 എത്രയാണ് കേട്ടോ? 9.2 ആ കിട്ടുന്നത്. ശരി, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 9.2 എത്ര? 9.2 ആ കിട്ടുന്നത്. 9.2. ഓക്കെ, പറ, വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 9.2? 3.03. എത്ര? 8.03 ആ? 3.03. ഓക്കെ, 3.03. ഇതാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇത്ര എഴുതാൻ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇത്ര എഴുതിയാൽ 10 മാർക്ക് കിട്ടും. ഓക്കെ, 10 മാർക്ക്. ഡൗട്ടൊന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ടാബിള് ചെയ്യുന്നു, ടാബിളിൽ ഡാറ്റാസ് എഴുതുന്നു, അതിനെ മീനായിട്ട് ഡിഫറൻസ് കാണുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ആ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യുന്നു, ആ സ്ക്വയറിനെ ഇതേപോലെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്താൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 46 ബൈ 5 = സ്ക്വയർ റൂട്ട് ഓഫ് 9.2 3.03. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്തതിലേക്ക് പോവല്ലേ. ഈ 3 പ്രധാനമായിട്ട് എക്സാമിന് ഉണ്ടാവുക, ഷുവർ ആയിട്ട് എന്തായാലും ഉണ്ടാവും. 9.2 റൂട്ട് മാറ്റല്ലേ? 9.2 അടിക്കുക, റൂട്ട് അടിച്ചാൽ എന്ത് ചെയ്യും? 3.03 കിട്ടും. ഓക്കെ,
ഈ 3 കാൽക്കുലേഷൻസ് എന്തായാലും വരും 2022 ജൂൺ മുതൽ 2024 ലാസ്റ്റ് കഴിഞ്ഞ ഡിസംബർ എക്സാം വരെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതോ ഒരു ഇയറിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനിൽ എന്ത് ചോദിച്ചിട്ടുള്ളൂ, ടൈ ആയിട്ടുള്ള ഡാറ്റ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, അൺടൈഡ് ഡാറ്റയാണ്. ഓക്കെ, സിമ്പിൾ കാൽക്കുലേഷൻസിനെ എക്സാം തരും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, പോലെ അടുത്തതിലേക്ക് പോലെ. അതിന് അടുത്തെന്ന് പറയുന്നത് എക്സാമിന് ചോദിച്ചിട്ട് കണ്ടുള്ളതാണ്. ഒന്ന് ആവറേജ് ഡീവിയേഷൻ ആണ്. ആവറേജ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു സെയിം ഐറ്റം തന്നെയാണ്, ചെറിയൊരു ഇക്വേഷൻ ഡിഫറൻസ്. ഓക്കെ, ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എന്താണ് എക്സിനെ സ്ക്വയർ ചെയ്തില്ലേ, അപ്പൊ അതേപോലെ എക്സിനെ സ്ക്വയർ ചെയ്യാണ്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ആവറേജ് ഡീവിയേഷൻ എന്ന് പറയാം. ഏതോ ഒരു ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്, ആവറേജ് ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആവറേജ് ഡീവിയേഷൻ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ എക്സിന്റെ ഡാറ്റാസ് എഴുതുന്നു. 7, 4, 3, 10, 9. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യണം പറയൂ, ഇതെന്ത് ചെയ്യാനുള്ള പറയൂ. ആവറേജ് ഡീവിയേഷൻ, ആവറേജ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ n. ഈ സാധനം കണ്ട, ഇതിനാണ് അബ്സല്യൂട്ട് എന്ന് പറയാം. ഈ ഒരു 2 കള്ളിക്ക് ഇതിനെ എന്താണ്, മൈനസ് അല്ലെങ്കിൽ പോസിറ്റീവ് സംഖ്യകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ 3 കള്ളി വരച്ചിട്ടുണ്ട്, ഇതിലേക്ക് 2 കള്ളി ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, എക്സ് ആബ്സല്യൂട്ട് കൊടുക്കാനുള്ളത്. എക്സ് ആബ്സല്യൂട്ട് കാണണമെങ്കിൽ എക്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മീൻ കാണണം. സിഗ്മ എക്സ് ബൈ n എത്രയാണ്, 7 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 10 പ്ലസ് 9 ഡിവൈഡ് ബൈ 1, 2, 3, 4, 5. എത്രയാണ്, ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? 10, 20, 24. എത്ര ഇട്ടല് പറയൂ, ആരെങ്കിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും പെട്ടെന്ന്. 33 ബൈ 5 എത്രയാണ്, 6.6. 36 അല്ലേ? 36 വരാ, 36 വരാ. 33 ആണ്. 33 ആണ്. ഓക്കെ, 10, 20, 29, 33. ഓക്കെ, 33 ബൈ 5 എത്രയാണ്, 6.6. 6.6. ഓക്കെ, അതാണ് മീൻ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മീൻ ഫിസിക്കൽ ടു പറ 7 മൈനസ് 6.6 എത്രയാണ്, പറയൂ ആരെങ്കിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. 0.4. 0.4. 4ൻ്റെത് Minus 2.6. നമ്മൾ മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആബ്സല്യൂട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആബ്സല്യൂട്ട് ഇടുന്ന സമയത്ത് മൈനസ് മാർക്ക് എന്ത് ചെയ്യില്ല, കൗണ്ട് ചെയ്യില്ല, പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവാം. അടുത്തത് 3.6. 3.6. എത്രയാണ്, 3.4. 4 പിന്നെ 2.4. 2.4. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ 12 പോയിന്റ് എത്രയാണ് വരാ, 12 പോയിന്റ്
12.4. 12.4 അല്ലേ? 12.4. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അബ്സല്യൂട്ട് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യാം? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എന്താണ്? AD is equal to, what is equation? Sigma absolute x divided by n. Absolute x എന്ന് പറയുന്നത് 12.4 divided by n എത്രയാണ്? 5 അല്ലേ? is equal to 2.48. 2.48. ഓക്കെ, 2.48. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്താണ് ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.48 ആണ് എന്ന് എഴുതി വെച്ചാൽ 10 മാർക്കിനൊന്നും ചോദിക്കൂല, എന്നാലും 5 മാർക്കിന് എന്തായാലും ചോദിക്കുന്നുണ്ടെങ്കിൽ 6.6 കിട്ടിയില്ല സാറ്? 6.6 കിട്ടിയില്ല. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് ഒന്നും പറഞ്ഞുതരാം. ഈ 6.6 എന്ന് പറഞ്ഞ എന്താ സാധനം? അത് പറ ആദ്യം. എന്താണ് 6? അതെന്താ സാധനം? അതാണ് മീൻ. നമ്മൾ എടുത്ത നേരത്തെ എന്ത് ചെയ്തു? മീൻ കണ്ടു. മീൻ എന്തിനാ കണ്ടത്? നമ്മൾക്ക് ഇവിടെ ഈ എക്സ് കാണാനുണ്ട്. ഓക്കെ, അതെന്തു എക്സിന്റെ അല്ല എന്താണ് മീനിന്റെ ഡിഫറൻസ് 7 - 6.6 അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടും. അതിനെന്ത് ചെയ്യാ? കണക്കൂട്ടിയാൽ സിഗ്മ കിട്ടും. ആ സിഗ്മ ആവറേജ് ഡീവിയേഷൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ ആവറേജ് ഡീവിയേഷൻ ആയി. ഓക്കെ, ടാബിൾ ഈ ഒരു കള്ളിയില്ല കേട്ടാ. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പോയല്ലേ? അടുത്ത വിഷയത്തിലേക്ക് പോയല്ലേ? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഞാൻ ഇവിടെ എത്ര ഡാറ്റ എടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഡാറ്റ. പൊതുവെ ഓഡ് നമ്പർ ആയിട്ടാണ് എക്സാമിനൊക്കെ ചോദിക്കല്. അത് കറക്റ്റ് ഞാൻ എടുത്തത് എക്സാമിന് ചോദിക്കുന്ന അതേ രീതിയിൽ തന്നെ എഴുതാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, പറ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യുന്നത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല് എന്താണ് സംഭവം? എന്താണ് ഈ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല്? ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ് ശരിക്കും. അപ്പം QD എന്നാണ് എന്ത് ചെയ്യാ? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയാം. ഓക്കെ, QD is equal to Q3 minus Q1 by 2. ഇതന്നെയല്ലേ? ഇങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ ഒന്നും മാറിപ്പോകരുത്. ഇനി പറ, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? Q3 കാണണം. Q3 എന്ന് പറയുന്നത് എന്താണ്? Q3 പറയൂ, എന്താണ് Q3? n+1/4 ഐറ്റം. അതാണ് എന്ത്? Q3 എന്ന് പറയുന്നത്. അല്ല സോറി, Q1 എന്ന് പറയുന്നത്. മാറിപ്പോയതാണ്. Q1 കൺഫ്യൂഷൻ ആവരുത്. Q1 കാണണം, Q3 കാണണം. ഓക്കെ, n+1/4 ഐറ്റം. n എന്ന് പറയുന്നത് ഇവിടെ 11 ആണ്. +1/4 4th ഐറ്റം പറയൂ. 12/4 is equal to 3. അപ്പൊ തേർഡ് ഐറ്റം ഏതാണെന്ന് നോക്കി നോക്ക്. ക്വസ്റ്റ്യൻ കിട്ടിയില്ല സാറേ. ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ. ഒന്ന് പറഞ്ഞുതരോ? എഴുതൂ. കാണുന്നില്ലേ? കാണുന്നില്ല, പറഞ്ഞുതരോ? ക്വസ്റ്റ്യൻ 35, 17, 18, 40, 45, 30,
30 38 സ്ക്രീനിലുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ നോക്കട്ടെ. 38505225. 3038. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തേർഡ് ഐറ്റം ആണെന്ന് കിട്ടി. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ടൈം, നിങ്ങളെ സമയമൊക്കെ വിലപ്പെട്ടതാണ്. 1 second. പെട്ടെന്ന്. One second. Okay. ഇനി നമുക്ക് എന്ത് ചെയ്തു? Q1 എന്ന് പറയുന്നത് തേർഡ് ഐറ്റം ആണെന്ന് കിട്ടി. ഇനി Q3 എന്ന് പറയുന്നത് സെയിം ആണ്. 3 ഇൻറ്റു എന്താണ് n+1/4 ഐറ്റം ഈസിക്കൽ ടു എത്ര? 3 ഇൻറ്റു n+1 എന്ന് പറയുന്നത് 12/4 ഈസിക്കൽ ടു എത്രയാണ്? 3 ഇൻറ്റു 3 എത്രയല്ലേ? ഈസിക്കൽ ടു 9. ഓക്കെ, ഇതാണ് എന്ത്? Q3 എന്ന് പറയുന്നത്. നമുക്ക് Q1 കിട്ടി, തേർഡ് ആണ്. Q3 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. പറയൂ. 17, 18, 25, 26. ബാക്കി 25, 26. അത് കഴിഞ്ഞിട്ട് 13, 30 അല്ലേ? 30, 35, പിന്നെ 38, 38, 50, 52. ഇതില് 4045 ഒക്കെ ഉണ്ട്. 40 ഉണ്ട് സാർ. 40, 45, 45. 45 ഉണ്ടാ? Yes. 45, 15, 52. 50, 52. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തേർഡ് ഐറ്റം 1, 2, 3. അപ്പൊ എന്താണ്? Q1 എന്ന് പറയുന്നത് 25 ആണ് കിട്ടി. ഇനി 1, 2, 3, 4, 5, 6, 7, 8, 9. Q3 എന്ന് പറയുന്നത് 45 ആണെന്ന് കിട്ടി. കിട്ടിയില്ലേ? എന്ത് ചെയ്യാ? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 divided by 2 is equal to 45 minus 25 divided by 2. എത്രയാണ്? 45, 25 yourself, 20 by 2 is equal to 10. എത്ര എല്ലാവർക്കും കിട്ടീനി? ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. QD is equal to 10. ഇത് പൊതുവെ 5 മാർക്കിനാണ് ചോദിക്കാറ്. എല്ലാ ഇയറിലും ചോദിച്ചോളണമെന്നില്ല. ചോദിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് ഒന്നുമില്ല. നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കാണുന്നത്. ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതാ. Q3, Q1 മൈനസ് 2. എന്നിട്ട് എന്ത് ചെയ്യാ? Q1 ആദ്യം കാണാം. Q1 എന്ന് പറയുന്നത് n+1/4 ഐറ്റം ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ എന്താണ്? തേർഡ് ഐറ്റം. ഓക്കെ, ഇനി Q3 എന്ത് ചെയ്യാ? സെയിം ഇക്വേഷൻ ആണ്. ഇൻറ്റു 3 ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. അത് എന്താണ്? 9th ഐറ്റം. ഇനി അതിനെന്ത് ചെയ്യാ? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇത് കണ്ടുപിടിക്കുക. എണ്ണീറ്റ് കണ്ടുപിടിക്കുക. 1, 2, 3. എന്നിട്ട് എന്ത് ചെയ്യാ? Q1 കിട്ടി, Q3 കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാ. നമുക്ക് എന്ത് ചെയ്യും? സ്ട്രൈറ്റ് ഉത്തരം കിട്ടും. എന്ത്? QD Q1 കിട്ടിയ Q3 എവിടെ കിട്ടിയ? Q3 ഇവിടെ ഇൻറ്റു 3 പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്തത് ഇവിടെ. ഓക്കെ, ഇതാണെന്ത്? QD is equal to 10. സിമ്പിൾ ആണ്. നിങ്ങൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? നെട്ടേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എഴുതാം. ഇനി എന്താ?
വേറെ എന്തെങ്കിലും ടെസ്റ്റ് ബാക്കിയുണ്ടോ? ഇല്ല, ടെസ്റ്റ് ആയില്ലേ? ആവറേജ് ഡീവിയേഷൻ കണ്ടോ? പിയർസൺ ടെസ്റ്റ് വരൂലേ? എങ്ങനെ? പിയർസൺ ചോദിച്ചാണല്ലേ? പിയേഴ്സൺ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാ. ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു? ഓരോ വാല്യൂ അപ്ലൈ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിയേഴ്സൺ ഇതിൽ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ 3 ക്വസ്റ്റ്യൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് ചോദിക്കാം, റാങ്ക് ഓർഡർ കോറിലേഷൻ എന്ന് ചോദിക്കാം, സ്പിയർമാൻ റോ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഡാറ്റ എന്നാൽ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ നിർബന്ധമായിട്ടും എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? മീൻ മീഡിയൻ മോഡ്. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 10 ഡാറ്റയും തരും. ഓക്കെ, അതും എന്ത് ചെയ്യാം, കൃത്യമായി നോക്കി വെക്കാം. പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒറ്റക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒപ്പം ഒന്നിക്ക് ആവറേജ് ഡീവിയേഷൻ അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കമ്പൈൻ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കുന്ന സമയത്ത് എന്ത് 11 ഡാറ്റ ഒന്നും തരൂല, വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരും. ഒരു 10 തരൂല, ഒരു 6, 5, 7 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡാറ്റാസ് എന്ത് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തരും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസിൽ ഫോക്കസ് ചെയ്യുക. കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഡാറ്റ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇപ്രാവശ്യം അവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ എടാ ഗ്രൂപ്പ് ഡാറ്റ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഈ വർഷം കൊണ്ട് ചോദിച്ചേക്കാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഗ്രൂപ്പ് ഡാറ്റയും കൂടി ആൻസർ ചെയ്തിട്ടുണ്ട്. പൊതുവെ അങ്ങനെ ചോദിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ ഗ്രൂപ്പ് ഡാറ്റ ലോട്ട് ഓഫ് ടൈം കൺസ്യൂമിങ് ആണ്. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടി വരും. ഓക്കെ, യെസ്, നിങ്ങൾ കുടുങ്ങും, അത്ര തന്നെ. കുടുങ്ങാനൊന്നുമില്ല, നമ്മളിപ്പോ ചെയ്തത് സെയിം ഗ്രൂപ്പ് ഡാറ്റയിൽ ചെയ്താൽ മതി. ഓക്കെ, ഗ്രൂപ്പ് ഡാറ്റ ഇൻ കേസ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് മീൻസ് കൂടിയതൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാല് ഈ ക്ലാസ് ഇന്റർവെൽ ഉള്ളത് പൊതുവേ ചോദിക്കില്ല. കാരണം അത് കുറച്ചും യെസ്, ഗ്രൂപ്പ് ഡാറ്റ ഇപ്പൊ നമ്മൾ ചെയ്തത് അൺഗ്രൂപ്പ് ഡാറ്റയാണ്. അൺഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് സുമാർ 35, 45, 55 എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. ക്ലാസ് ഇന്റർവെൽ ആയിട്ട് ചിലപ്പോൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാനും സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇൻ കേസ് തന്നാൽ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാല് 35, 25, 30 ആൾക്കാർ അങ്ങനെയാണ് ചോദിക്കുക. ചോദിച്ചാൽ കുടുംബം ചോദിക്കൂല, അത് ഗ്യാരണ്ടി. എന്റെ ഗ്യാരണ്ടി എന്താ പറഞ്ഞാല് ചോദിക്കൂല എന്ന് പറയാൻ കാരണം എല്ലാ പരീക്ഷയിലും നല്ല ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഒരു പാറ്റേണിൽ ചേഞ്ചസ് നല്ലോണം വന്നിട്ടുണ്ട്. കാരണം ഇതുവരെ ഇഗ്നോയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ബേസിക് ചോദ്യങ്ങളാണ്. പക്ഷെ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഉള്ളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇന്നും 108ന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ലൈവ് സെഷൻ നടത്തിയിരുന്നു. അപ്പോൾ സെയിം നമ്മൾ എന്ത് ചെയ്തു, ഇത്ര ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷനിൽ വന്നിട്ടുള്ളത്. അതും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതും അങ്ങനെ വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ. ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കാം, റേഞ്ച് എന്താണെന്ന് ചോദിക്കാം. റേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യലെന്ന് ചോദിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് റേഞ്ച്? ആർ ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് വാല്യൂ ഇപ്പൊ 30 ആണെങ്കിൽ 30 മൈനസ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 20 എന്നാണ് എന്ത് ചെയ്യാ, ഇങ്ങനെ എഴുതിയ 2 മാർക്കിനോ 3 മാർക്കിനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് കാൽക്കുലേഷൻസ് ഉള്ളത്. ഈ 5 കാൽക്കുലേഷൻസ് ഏതൊക്കെയാണ്? സ്പിയർമാൻസ് റോ, പിന്നെ ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ മീഡിയൻ മോഡ്, പിന്നെന്താ ലാസ്റ്റ് നമ്മൾ റേഞ്ചും കൂടി പറഞ്ഞു. ഈ 6 കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യാ, എല്ലാ ആൾക്കാരും എഴുതി പ്രാക്ടീസ് ചെയ്യുക. എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് സമയം എന്ത് ചെയ്യും, പെട്ടെന്ന് കടന്നു പോകും. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എനിബഡി എൽസ്? സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കടുപ്പാണോ? എങ്ങനെ? സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കടുപ്പാണോ?
സെക്കൻഡ് ഇയർ സ്റ്റാറ്റി കടുപ്പാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, സിമ്പിളാണ്. സെക്കൻഡ് ഇയർ സ്റ്റാറ്റിയിൽ അതിന്റെ കൺസെപ്റ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ കുറച്ച് കൺഫ്യൂഷൻ തരുന്നതാണ്. പക്ഷെ അതിന്റെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ എന്താണ് ഇതിന്റെ ബേസ് ആയിരിക്കും. ചെയ്താൽ കട്ടൻ റേറ്റ് കിട്ടും. എന്തേ ഇതിന്റെ ബേസ് തന്നെ ആയിരിക്കും. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇതിന്റെ കണ്ടിന്യൂഷൻ കുറച്ചുകൂടെ എലാബറേറ്റഡ് വെർഷൻ ആയിരിക്കും. പിന്നെന്താ കുറച്ച് എന്തൊക്കെ പുതിയ കൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട് അതില്. പഠിച്ചാൽ മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സാറാണോ സ്റ്റാറ്റി കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഞാൻ നേരത്തെ ക്ലാസ് എടുത്തില്ലായിരുന്നോ സ്റ്റാറ്റിയുടെ? നമ്മളെ സ്റ്റാറ്റിയുടെ ഫാക്കൽറ്റി ആണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണ്. ഞാനിങ്ങനെ കമ്പ്യൂട്ടേഷൻസ് പിന്നെ അതർ സബ്ജക്ട്സ് ഒക്കെ ഞാൻ എടുക്കലുള്ളൂ. ഓക്കെ, സാറിന്റെ ക്ലാസ് കിട്ടുമോ? അടുത്ത വർഷം കരിയറിൽ കിട്ടുമോ? അതെ, സാറിന്റെ ക്ലാസ് കിട്ടുമോന്ന് അറിയാനാണ്. സാറിന്റെ ക്ലാസ് കിട്ടുമോ അടുത്ത വർഷം? ഞങ്ങളിപ്പോ ഇതിൽ ചേരുകയാണെങ്കിൽ സാറിന്റെ സ്റ്റാറ്റി ക്ലാസ് കിട്ടുമോ? ക്ലാസ് വളരെ നന്നായിരുന്നു കേട്ടോ, കൃത്യമായിട്ടും വളരെ നന്നായി സൂപ്പർ, നന്നായി വളരെ നന്നായി തോന്നി. സൈക്യു സെക്കൻഡ് ഇയർ ക്ലാസ്സസ് എപ്പോഴാണ് സ്റ്റാർട്ട് ആക്കുന്നത്? നമ്മള് ജൂലൈ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളിതുവരെ അഡ്മിഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ജൂലൈ എക്സാം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സാറിന്റെ പേര് ഉമേർ എന്നല്ലേ? യെസ്. അപ്പൊ ഉമേർ സാറിന് വേർന്ന് പറഞ്ഞ തരുമോ സ്റ്റാറ്റിക്ക്? ഉമേർ സാറ് വേർന്ന് തരുമോ നമുക്ക് സ്റ്റാറ്റിക്ക്? നോക്കാം, ഇൻഷാല്ല ഞാൻ തന്നെ എന്ത് ചെയ്യാം, സ്റ്റാറ്റ് എടുക്കാൻ കഴിയുമോ നോക്കാം. അതർ സബ്ജക്ട്സ് ഒക്കെ എന്തുണ്ട് എന്റെ ഇതിലുണ്ട്, ഞാൻ അതർ സബ്ജക്ട്സ് ആണ് എടുക്കാറ്. അല്ല, ഇതുവരെ ഞാൻ കേട്ട ക്ലാസ് സാറിന്റെ ക്ലാസ് സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി, എന്നിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫൈൻ, താങ്ക് യു. ഇത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ചേരാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റി മാത്രമാണ് കുറച്ച് ടഫ്, എനിക്ക് അതിന്റെ മാത്രം ക്ലാസ് കിട്ടണം, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ചേരാൻ പറ്റുമോ എന്നാണ് ചോദിക്കണം. നിങ്ങൾക്ക് പെർ സബ്ജക്റ്റ് ആണെങ്കിൽ ചേരാം. നമ്മൾ പൊതുവെ പെർ ഇയർ ആണ് കൊടുക്കാറ്. നമ്മളെ ക്ലാസ്സുകളൊക്കെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ക്ലാസ് മാത്രം ആക്സസ് ചെയ്ത് തരും. ഇനിയിപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ടൈം പീരീഡ് ആണ് എന്ത് ചെയ്യുക നടത്തുക, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ലൈവ് ക്ലാസ് ഡെയിലി ഉണ്ടാവുമോ? കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഡെയിലി നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഇഗ്നോലൊക്കെ എല്ലാവരും ഡിഗ്രി എടുക്കാന്ന് പറയുന്നത്, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു എക്സ്ട്രാ ഒരു ഡിഗ്രി വേണം എന്ന ആൾക്കാർക്ക് അധികം ആളും എടുക്കാം. അപ്പൊ കൂടുതൽ ആൾക്കാർ ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആയിരിക്കും. അപ്പൊ അവരെ ഞാൻ സത്യം പറഞ്ഞ റിട്ടയർഡ് ഹാൻഡാണ്. എനിക്ക് സൈക്കോളജി പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചേർന്നെന്ന് മാത്രം. കാരണം ഒന്നിലും ചേർന്നില്ലെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ലല്ലോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പൊ വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം മാത്രം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് തനിച്ച് ഇങ്ങനെ അപ്പൊ എല്ലാ സമയത്തും എനിക്കത് അറ്റൻഡ് ചെയ്യാനൊക്കെ വേറെയും കുറെ പ്രശ്നമാണ്. അതാ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടോ? ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവില്ല. അതായത് നമ്മളൊരു വീക്ക്ലി 2-3 ക്ലാസ്. നമ്മളെ ക്ലാസ്സിന്റെ ടൈമിംഗ് പൊതുവെ ഈ ഒരു ടൈമേ വരാം, ഒരു 7:30 മുതൽ ഒരു 9 o'clock. ഡെയിലി എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള ആൾക്കാരാണ്, അവരുടെ ടൈം അനുസരിച്ചിട്ടാണ് നമ്മളെ ക്ലാസ് എന്ത് ചെയ്യാ ഷെഡ്യൂൾ ചെയ്യാം. കവർ ചെയ്യും എന്നുള്ള കാര്യം ഷുവർ ആണോ? നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ലൈവ് ക്ലാസ്സിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ പൊതുവെ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, പൊതുവെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രൊഫസേഴ്സ് വന്നിട്ട് ലെക്ചർ ആണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന പാർട്ടുകളൊക്കെ പഠിക്കണം, ഇന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെന്റർ ആണ് ചെയ്തു തരാം. നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ സ്പൂൺ ഫീഡ് ചെയ്ത പോലെ അധികം തരൂല. അപ്പൊ നമ്മൾ പറഞ്ഞാല് അത്ര എന്താണ് സ്പൂൺ ഫീഡും അല്ല, എന്നാൽ എന്താ നന്ന പ്രൊഫസർ ടൈപ്പും അല്ലാത്ത ഒരു മീഡിയം ക്ലാസ് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫുൾ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഓവർ ഡീപ്പായിട്ട് പറയില്ല, നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകളൊക്കെ തരും പഠിക്കാനൊക്കെ. അതിന്റെ കൂടെ ഈ ക്ലാസ് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഞാനതിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഗ്രേറ്റ് ടീം ഹാവിംഗ് ഉമേർ സാറിന് ബിഗ് സല്യൂട്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ക്ലാസിന്റെ ഗ്രൂപ്പിൽ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക
ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇയറിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇനി കണ്ടക്ട് ചെയ്യാനുണ്ട്. ഇനി കമ്മിങ് ഡേയ്സിൽ 103ന്റെ ക്ലാസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ. ഓക്കെ, അപ്പൊ അതിന്റെ പേയല്ലേ, ഇനൊന്നും പറയാനൊന്നുമില്ലല്ലോ.